എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ബിഫാം അതായത് ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കേന്ദ്രീകൃത വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിലേക്കുള്ള ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് ഇന്ന് രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓപ്ഷൻ നൽകിക്കൊണ്ട് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുവരെയുള്ള ബിഫാം കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റിന് ശേഷം ബാക്കിയുള്ള സീറ്റുകളിലേക്കുള്ള പ്രവേശനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത്. അപ്പോൾ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ, അതായത് ഈ ഒരു കീമിൻ്റെ ആ ഒരു ബിഫാം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഏതൊരു വിദ്യാർത്ഥികൾക്കും ഇന്ന് രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് ce.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് ലോഗിൻ ചെയ്തുകൊണ്ട് ഈ ഒരു ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ce.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് എന്നിവ നൽകി നിങ്ങൾ സൈൻ ഇൻ ചെയ്യുക, അതായത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളിലേക്ക് നിങ്ങൾക്ക് ബിഫാം കോഴ്സിലേക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് 11 മണി വരെയാണ് ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഫൈനൽ അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് 6-ാം തീയതി മുതൽ 8-ാം തീയതി വരെ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളിലേക്ക് നിങ്ങൾക്ക്, അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ ജോയിൻ ചെയ്യുമെന്ന് ഉറപ്പുള്ള കോളേജുകളിലേക്ക് വേക്കൻസി നോക്കാതെ തന്നെ നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻസ് നൽകുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് രാവിലെ 11 മണി വരെയാണ് ഈ ഒരു രീതിയിൽ ഓപ്ഷൻസ് നൽകാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞ പ്രകാരമുള്ള ഫീസ് അടച്ച് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അതായത് 6-ാം തീയതി മുതൽ 8-ാം തീയതിക്കുള്ളിൽ പോയിട്ട് അഡ്മിഷൻ നേടുക. അങ്ങനെ അഡ്മിഷൻ നേടാത്ത വിദ്യാർത്ഥികൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും എന്നുള്ളത് കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വരുന്ന വേക്കൻസിയൊക്കെ സ്പോട്ട് അലോട്ട്മെൻറ്റ് വഴിയായിരിക്കും നടത്തപ്പെടുക. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ നിർദ്ദേശങ്ങളും വിദ്യാർത്ഥികൾക്ക് ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ലഭ്യമാവുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ വഴി തന്നെ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് നിങ്ങൾ ലോഗിൻ ചെയ്ത ശേഷം ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് താല്പര്യമുള്ള കോളേജും കോഴ്സ് എന്ന് പറയുന്നത് ബിഫാം ആണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകി സേവ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.